ഞങ്ങൾ ആദ്യമായിട്ട് നട്ട ചേമ്പിൻ്റെ കട പറിച്ചു നോക്കുകയാണ്, ചേമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ചേമ്പ് സത്യം പറഞ്ഞാൽ നടാനും അത് സത്യം പറഞ്ഞാൽ പറിക്കാനൊന്നും വലിയ എക്സ്പെർട്ടൊന്നും ആയിരുന്നില്ല. അപ്പോൾ ചേമ്പിൻ്റെ കടയുടെ സൈഡൊക്കെ ഒന്ന് കിളച്ച് നോക്കുകയാണ് എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ കാര്യമായിട്ടൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ചേമ്പിൻ്റെ എല്ലാ സൈഡും നമ്മൾ അതിൻ്റെ വേരൊക്കെ ലൂസാക്കിയിട്ട് നമ്മളതിൽ ചെക്ക് ചെയ്തൊക്കെ നോക്കിയിട്ട് വേണം ചേമ്പിനെ പറിക്കാനായിട്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു സൈഡ് മാത്രം കുത്തിയിട്ട് തള്ളിയൊക്കെ നോക്കുകയാണ് ഞാൻ. എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. അങ്ങനെ തള്ളിയിട്ടൊന്നും ചേമ്പ് അനങ്ങൊന്നും കൂടി ഉണ്ടായിരുന്നില്ല. അവസാനം സൈഡിൽ നിന്നൊക്കെ പറിച്ചപ്പോൾ 1-2 ചേമ്പൊക്കെ കിട്ടി. ജുവൽ അവസാനം വന്നിട്ടാണ് സഹായിച്ചത് ചേമ്പ് പറിക്കാനായിട്ട്. പക്ഷെ അതിൻ്റെ ചേമ്പൊക്കെ മണ്ണിൽ കിടക്കുമ്പോൾ തന്നെ അത് തള്ളി മറിച്ച് ഞങ്ങളൊരു കണക്കിന് മറിച്ചിട്ടു. ജുവല ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വിചാരിച്ചില്ല അവനെ കൊണ്ട് പറ്റുന്നു. പക്ഷെ അത് മറിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അടിയിൽ നമ്മൾ ചേമ്പ് കാണുന്നത് കുറേയൊക്കെ. അത് പക്ഷെ നന്നായിട്ട് ഒന്നും കൂടെ കിളച്ചിട്ട് മണ്ണ് ഇളക്കിയിട്ട് വേണമെന്ന് എടുക്കാം. പക്ഷെ കുറേയൊക്കെ പറിച്ചൊക്കെ എടുത്ത് അങ്ങനെ കുറച്ചൊക്കെ ചേമ്പ് അതിലുണ്ടായിരുന്നു കേട്ടോ. ജാൻവിയും വന്നിട്ടുണ്ടായിരുന്നു ഇത് പറിക്കാനും മണ്ണിൽ കളിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ രണ്ടുപേരും കൊണ്ട് ചേമ്പൊക്കെ പറിച്ച് അത് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അവിടെ മണ്ണിര ഉണ്ടായിരുന്നു. മണ്ണിര ഇവിടുത്തെ മണ്ണിൽ നിറയെ മണ്ണിരയുണ്ട്. അപ്പോൾ ജാൻവിക്ക് അത് ഭയങ്കര ഇഷ്ടം, അത് വെച്ചിട്ട് കളിക്കാനായിട്ട്. കുറേയൊക്കെ ചേമ്പ് കൊത്തിയപ്പോൾ അത് പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അകത്ത് പിടി കൊല്ല വിളിക്കുന്നു. ഹലോ ഗൈസ്, ഞങ്ങൾ ചേമ്പ് പറിച്ച് ഞങ്ങൾ കറി വെക്കാനാണ്. അതുകൊണ്ട് ഞങ്ങൾ പറിച്ചത് കുറെ ഉണ്ട്. പക്ഷേ ബാക്കിൽ ഇതൊക്കെ അങ്ങനെ ഞങ്ങൾ പറിച്ചിട്ട് ഞങ്ങൾക്ക് വൈകുന്നേരത്തെ ചായക്കൊരു പുഴുക്കിനുള്ള കുറച്ച് ചേമ്പാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങളത് പുഴുക്കൊക്കെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ശർക്കരയും തേങ്ങയും വെച്ചിട്ട് ഞങ്ങൾ വാഴയില അട ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.